നമുക്ക് ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ കടുക്, ജീരകം, കടുകും ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരേ ഒരു ഉണക്കമുളക്, ഇതിലേക്ക് നമുക്ക് ഒരേ ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കാം. സബോള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. സബോള ഗോൾഡൻ കളർ ഒന്നും ആവണ്ട, ഇതേപോലെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാരറ്റ്, ഞാനിതിപ്പോൾ 2 വലിയ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വേവും, എന്നാലും നമ്മൾ 1 മിനിറ്റൊക്കെ നേരം ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കുക. ഇപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഈ കറിവേപ്പില ഇങ്ങനെ ചേർക്കുമ്പോൾ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ പൊന്നി അരിയുടെ ചോറാണ് ചേർക്കുന്നത്. പൊന്നി അരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാസ്മതി റൈസിൻ്റെ ചോറ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ക്യാരറ്റ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ആക്കുക. തീ സിമ്മിലിടുക. മിക്സ് ആക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അത് കാരണം കൊണ്ട് ഇതിന് മേലെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കാം. കുറച്ചും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് റൈസ് റെഡിയാവും. നല്ല കളർഫുള്ളാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ടേസ്റ്റും ഉണ്ട്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ നല്ല ഹെൽത്തിയാണ്. നമ്മൾ നെയ്യും ക്യാരറ്റും സബോളയും ഇതെല്ലാം ചേരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് മാത്രം മതി കഴിക്കാനായിട്ട്, ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റൈത്ത കൂടെ കഴിക്കാം, ഒരു സലാഡ് പോലെ. സബോളയും തക്കാളിയും പിന്നെ കുക്കുമ്പറൊക്കെ ഇട്ടിട്ട് ഒരു സലാഡ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. ഒന്നില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് പുതിയത് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ നന്ദി, നമസ്കാരം.